ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യയുടെ മുറിയിലേക്ക് പോകാൻ വർമ്മ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഞാൻ ഈ കുടുംബത്തിന് നല്ലത് ചെയ്താൽ ആർക്കും അതൊന്നും കണ്ണിൽ പിടിക്കില്ല. എന്താണെങ്കിലും ഇതിന്റെ പേരിൽ അമ്മ ഒരുപാട് കണ്ണീര് കുടിക്കും. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഐശ്വര്യ അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അമൃത പറയുകയാണ്, അമ്മേ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് അമൃത കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ വസുന്ധര ആദിയോട് ചോദിക്കുകയാണ്, എന്താ ആദി ഇത്, നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ? അമ്മേ ഞാൻ പറഞ്ഞില്ലേ, രാത്രി അതും ഒരു പെൺകുഞ്ഞല്ലേ റോഡരികിൽ നിന്നത്, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. നാളെ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അരുണിന് ശ്രീകുട്ടി തന്റെ മോളാണെന്ന് അറിയില്ലല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. ആദി ചോരയെ തിരിച്ചറിയാൻ അധിക സമയമൊന്നും എടുക്കില്ലെന്നും വസുന്ധര പറയുന്നു. അങ്ങനെ എല്ലാവരും ടെൻഷനോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുണിനെയും അഖിലിനെയും ശ്യാമയുമാണ്. ശ്രീകുട്ടിയെ കാണാത്തതിന്റെ ടെൻഷനിൽ നിൽക്കുകയാണ് മൂവരും. മോൾ എവിടേക്ക് പോയെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ, എന്താണെങ്കിലും അധിക ദൂരമൊന്നും പോയി കാണില്ലെന്ന് അഖിൽ പറയുന്നു. ഇനി ശ്രീകുട്ടിയെ വഴിയിൽ വെച്ച് പരിചയമുള്ള ആരെങ്കിലും കണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി കാണുമോ? എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നുന്നതെന്ന് ശ്യാമ പറയുന്നു. ഏട്ടൻ എന്താണെങ്കിലും വീട്ടിലേക്ക് പോയിക്കോ, മോളുടെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാമെന്ന് അഖിൽ പറയുന്നു. ഡാഗി എൻ്റെ മോളെ കാണാതെ ഞാൻ എങ്ങനെയാ പോവുക എന്ന് അരുൺ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, ഇനി ഏട്ടത്തിക്ക് ഏട്ടനായിട്ട് സംശയങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അത് പിന്നെ വേറെ പ്രശ്നമാകും, ഏട്ടൻ ചെല്ലാൻ നോക്ക്. അങ്ങനെ അരുണിനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് അഖിലും ശ്യാമയും. തുടർന്ന് അഖിൽ ചോദിക്കുകയാണ്, ഇനി അശ്വതി ചേച്ചിയെയും ശ്രീകുട്ടിയെയും നമ്മൾ എവിടെയാ തിരയുക? പിന്നീട് കാണിക്കുന്നത് അരുൺ ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുന്നതാണ്. അരുണിനെ കണ്ടയുടൻ തന്നെ ഐശ്വര്യ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അരുൺ ഒരു കാര്യം അറിഞ്ഞോ, ആദിയേട്ടന്റെ കാമുകിയില്ലേ, ആ കാമുകിയുടെ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാ. ആരാ കൊണ്ടുവന്നതെന്ന് അരുൺ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമൃത ഏട്ടത്തി. ആദിയേട്ടനും ഏട്ടത്തിയും കൂടിയാ ആ ശ്രീകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇത് കേൾക്കുന്ന അരുൺ മനസ്സിൽ പറയുകയാണ്, ശ്രീകുട്ടി ഇവിടെ എത്തിയോ, ഭാഗ്യം. ആ കൊച്ചിനെ ആദിയേട്ടന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, അതിനുവേണ്ടിയാകും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്താണെങ്കിലും ആ കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയക്കണം, ഇല്ലെങ്കിൽ ആദിയേട്ടൻ്റെയും ഏട്ടത്തിയുടെയും ആയിരിക്കും ജീവിതം തകരാൻ പോകുന്നത്. എന്നിട്ട് മോൾ എവിടെയെന്ന് അരുൺ ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്നും അരുൺ പെട്ടെന്ന് ചെന്ന് അവളെ പറഞ്ഞുവിടാൻ നോക്കാനും ഐശ്വര്യ പറയുന്നു. മോള് വിഷമിച്ചിരിക്കുകയാണോ അതോ പേടിച്ചോ എന്നൊക്കെ അരുൺ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഓ ആദിയേട്ടനേക്കാളും മോളോട് കാര്യം അരുണിനാണെന്ന് ഞാൻ മറന്നുപോയി. ആ കൊച്ചിന്റെ പരിസരത്തെങ്ങാനും അരുണിനെ കണ്ടാലുണ്ടല്ലോ, ബാക്കി ഞാൻ അപ്പോൾ കാണിച്ചു തരാമെന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതി കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കുന്നതാണ്. എത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രീകുട്ടി കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. എൻ്റെ അമ്മ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ഇല്ലാതെ ഞാൻ കഴിക്കില്ലെന്ന് ശ്രീകുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ആ കാഴ്ച കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് അരുൺ. ഞാൻ പോയി മോൾക്ക് നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ട് വരാം, ഒരു 5 മിനിറ്റ് മോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് അമൃത അടുക്കളയിലേക്ക് പോകുന്നു. അതേസമയം അരുൺ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അരുണിനെ കണ്ടയുടൻ തന്നെ ശ്രീകുട്ടി അരുണിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്കിൾ എൻ്റെ അമ്മയെ കണ്ടോ? അമ്മയെ നമുക്ക് കണ്ടെത്താം മോളെ എന്ന് അരുൺ പറയുമ്പോൾ അങ്കിളിനെ എനിക്ക് അത്രയ്ക്കും വിശ്വാസമാണെന്നും അങ്കിള് എന്താണെങ്കിലും എൻ്റെ അമ്മയെ കണ്ടെത്തുമെന്ന് എനിക്കറിയാമെന്നും ശ്രീകുട്ടി പറയുന്നു. മോള് നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ, മോളുടെ അമ്മയെ പോലെ തന്നെയാ അമൃതാൻ്റെയും. മോള് ഇവരൊക്കെ പറയുന്നത് കേൾക്കണം, നാളെ തന്നെ നമുക്ക് അമ്മയെ കണ്ടെത്താമെന്ന് അരുൺ പറയുന്നു. അത്രയും പറഞ്ഞ് അരുൺ കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തുകയാണ്. നല്ല വിശപ്പുണ്ടെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ മുഴുവൻ കഴിക്കാൻ അരുണും പറയുന്നു. അങ്ങനെ അരുൺ ശ്രീകുട്ടിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ വരികയാണ് ഐശ്വര്യ. ഞാൻ അരുണിനെ എന്തിനു വേണ്ടിയാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, എന്നിട്ട് അരുൺ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്നാ ആ കൊച്ചിനെ എടുത്ത് മടിയിലേക്ക് വെച്ച് അതിനെ ഊട്ട്, ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അരുൺ എന്താ ഈ കൊച്ചിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഐശ്വര്യ ചോദിക്കുന്നു. എൻ്റെ ഐശ്വര്യ, അല്പമെങ്കിലും മാനുഷിക പരിഗണനയെങ്കിലും നീ കാണിക്ക്, കുഞ്ഞിനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ അരുൺ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നൂഡിൽസുമായിട്ട് അമൃത വരികയാണ്. ഓ, ഇവക്ക് വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കാൻ എന്തൊരു ധൃതിയാ എല്ലാവർക്കും. അവസാനം ഏട്ടത്തി തന്നെ ഇവിടെ ഇരുന്ന് കരയേണ്ടി വരും. ഏട്ടത്തിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നതെന്നും ഐശ്വര്യ പറയുന്നു. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട, അത്രയുമേ എനിക്ക് ഏട്ടത്തിയോട് പറയാനുള്ളൂ. പിന്നെ അരുണിനുള്ളതേ ഞാൻ മുറിയിൽ വരുമ്പോൾ തന്നോളാം. അത്രയും പറഞ്ഞ് ഐശ്വര്യ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് അരുൺ പറയുകയാണ്, ഏട്ടത്തി മോൾക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ നോക്കിക്കോളാം, അരുൺ മുറിയിലേക്ക് പോയിക്കോ, ഞാനല്ലേ കൊണ്ടുവന്നത് മോളെ, അപ്പോൾ ആഹാരം കൊടുക്കാനും എനിക്കറിയാമെന്ന് അമൃത പറയുന്നു. തുടർന്ന് അരുൺ വിഷമത്തോടെ മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. ശ്യാമയുടെ ഫോണിലേക്ക് അരുൺ വിളിച്ച് ശ്രീകുട്ടി ആനന്ദ നിലയത്തിലുള്ള കാര്യമെല്ലാം പറയുന്നു. അരുണേട്ടൻ സൂക്ഷിക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ തൻ്റെ പിന്നാലെ നടക്കുകയാണെന്ന് അരുൺ പറയുന്നു. എനിക്കാണെങ്കിൽ മോളുടെ അടുത്ത് പോകാനും സംസാരിക്കാതിരിക്കാനും ഒന്നും തന്നെ സാധിക്കുന്നില്ല.
എൻ്റെ അമ്മയും ഏട്ടനും കാരണമല്ലേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഏട്ടാ ഇനി അതൊക്കെ മറക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ പറയുകയാണ്, എങ്ങനെ മറക്കാനാ? എനിക്കെൻ്റെ ശ്രീകുട്ടിയും അഭിയും ഇല്ലാതായത് എൻ്റെ അമ്മയും ഏട്ടനും കാരണമല്ലേ. അങ്ങനെ ശ്യാമ അരുണിനെ സമാധാനപ്പെടുത്തുമ്പോൾ അരുൺ പറയുകയാണ്, എല്ലായിടത്തും ഇപ്പോൾ പെട്ടുപോയത് ഞാനാ ശ്യാമേ. എൻ്റെ മോള് മുന്നിലുണ്ടായിട്ട് പോലും എനിക്കൊന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. ഏട്ടൻ സമാധാനമായിട്ടിരിക്കാൻ ശ്യാമ പറയുമ്പോൾ, ആരുടെങ്കിലും എൻ്റെ മനസ്സിലുള്ള വിഷമം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി ശ്യാമേ. അതാ ഞാൻ ശ്യാമയെ വിളിച്ചത്. സാരമില്ലേട്ടാ, എല്ലാം നേരെയാകും. ഏട്ടൻ സമാധാനിക്കാൻ ശ്യാമ പറയുന്നു. അങ്ങനെ അരുൺ കോള് കട്ട് ചെയ്യുമ്പോൾ അഖിലിനോട് ശ്യാമ പറയുകയാണ്, അത് പിന്നെ ശ്രീകുട്ടി ആനന്ദ നിലയത്തിലുണ്ടെന്ന് അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കുമെന്ന് അഖില് ശ്യാമയോട് ചോദിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.